ബാക്ക് ടു അമൃത വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു കിടിലൻ ട്രിപ്പ് ഡേ ആണ്. ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് 5:45. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റിട്ടുള്ളൂ, വാഷ്റൂം പോലും പോയിട്ടില്ല. നേരെ എഴുന്നേറ്റ് ഞാൻ ബെഡിൽ തന്നെ ഇരിക്കുന്നു, വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്നൊരു ഒഫീഷ്യൽ ഒരു ട്രിപ്പ് ഡേ ആണ്. ഇന്നൊരു ബീച്ച് ഡേ ആണ്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പോലെ ഇവിടുന്ന് ഒരു 3 hour ഡ്രൈവ് ഉണ്ട്. അവിടെ പോയി ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് തിരിച്ച് വരാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് നൈറ്റ് ആകുമ്പോൾ വരുന്നത് കൊണ്ട് ഏർലി മോർണിംഗ് പോകാമെന്ന് വെച്ചു. കാരണം ഒരു 10-11 ഒക്കെ ആവുമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് 3 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഉച്ചയാവും. അപ്പോൾ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇവിടെ ലോങ് വീക്കെൻഡ് ആണെന്ന് പറഞ്ഞാൽ മൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ട്രിപ്പ് അങ്ങനെ ഒരു വൈബാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ച് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ എടുക്കും, എല്ലാവർക്കും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇപ്പം എന്നെ കാണാൻ ഒരു മെനിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിനി വാഷ്റൂം പോകണം, കുളിക്കണം, റെഡി ആവണം, അതൊക്കെയുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പാക്ക് ചെയ്യാൻ വലുതായിട്ടൊന്നുമില്ല, ബട്ട് ഇന്ന് നമ്മൾ ബീച്ചിലെല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടാനുള്ള ഡ്രസ്സ്, ടർക്കി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇവിടെ വെളിച്ചം വന്നോണ്ട് ഞാൻ കാണിച്ചു തരാം വെളുപ്പിന് 5:45 എങ്ങനെയാണ് നമ്മുടെ വിൻഡോ ഒന്ന് നോക്കുമ്പോൾ പുറത്തു വന്നു. നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ഡൗൺ ടൗണിൽ നിന്ന് പിക്ക് ചെയ്യണം. അവർക്ക് ലൈക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 30 minutes, half an hour ഉണ്ട്. നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ 1 hour ഉണ്ട് കേട്ടോ. പക്ഷേ ട്രാഫിക് ഒന്നും ഇല്ല, ഇപ്പോൾ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 30 minutes ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് 6 ഒക്കെ ആകുമ്പോൾ 6 അല്ല, ഒരു 6:15, 6:30 അറൗണ്ട് ഇറങ്ങിയിട്ട് 7-7:30 അവിടെ എത്താനാണ് പ്ലാൻ. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അതാണ് പ്ലാൻ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഗൈസ് അങ്ങനെ റെഡിയായി, ഫുള്ളി റെഡിയായി. ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഭയങ്കര സിമ്പിൾ ലുക്കിലാണ് ഞാൻ പോകുന്നത്. നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിനി അതിന് ലേറ്റ് ആക്കാണ്ട് ഇറങ്ങാം. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു സിമ്പിൾ ഓപ്പൺ പ്ലാനറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് എന്തായാലും പോവാം. നമ്മളിതാ ഇപ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ വന്നേക്കണതാണ് പെട്രോൾ അടിക്കാനായിട്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ ഇനി അവരെ പോയി പിക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫൈനലി വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം ഇവിടെ 7 മണിയായി വെളുപ്പിന്, രാത്രി വെളുപ്പിന് അറൗണ്ട് 7 നമ്മൾ 7 ആകുമ്പോൾ അവിടെ എത്തും. 30 അറൗണ്ട് ആവും അവിടെ എത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വെതർ നല്ല കേട്ടോ. ഇന്ന് നല്ലൊരു സമ്മർ വെതറാണ്. ബട്ട് നാളെ മഴയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വല്ല ഇന്നുണ്ടാവും ദൈവത്തിന് അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ പോകെ വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഡൗൺ ടൗണിൽ നിന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവരും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ പോയി പിക്ക് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടിം ഹോട്ടൻസിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അവർ കറക്റ്റ് റെഡി ആയിട്ട് നിന്നു. പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റിലെത്തി. അവർ കയറി നമ്മളങ്ങനെ ടിം ഹോട്ടൻസിൽ കയറി കുറച്ച് റാപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ സ്റ്റാർബക്സിൽ ജസ്റ്റ് കയറിയിട്ട് കോഫിയും പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെയായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും പോകുന്ന സ്ഥലത്തോട്ട് ലൈക്ക് ഒരു കുഞ്ഞി ടൗൺ ആണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പോലെ നാട്ടിലെ ഫുഡ്, കേരള റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന പിസ്സ അങ്ങനത്തെ സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് കറക്റ്റ് 2 hour 40-50 minutes, അറൗണ്ട് 3 hour തന്നെയാണ്.
ബട്ട് തിരിച്ച് വന്നപ്പോൾ 3 അവർ കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെതറായിരുന്നു, വെയിലായിരുന്നു, അതുകൊണ്ട് ലൈക്ക് മഴയെ പെയ്തില്ല. ഫുൾ ട്രിപ്പ് സൂപ്പറായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഫുൾ ഗ്രീനറി, ഫുൾ ഫാം ഏരിയാസ് ആയിരുന്നു. കുറേ ഹോഴ്സസും അതേപോലെ തന്നെ കൗസും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഭയങ്കര പീസ്ഫുള്ളായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ വെതറും സൂപ്പറായിരുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടൗൺസ് ഉണ്ടാവും ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ. അവിടെ കുറേ ഇങ്ങനെ ബേക്കറി ഷോപ്സ്, കുഞ്ഞി ക്ലോത്ത്സിൻ്റെ ഷോപ്പ്, കുഞ്ഞു കടകൾ, അങ്ങനെ. അല്ലാണ്ട് വലിയ സിറ്റി ലൈഫ് ഒന്നുമില്ല അവിടെ കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്ത് ഫൈനലി നമ്മൾ സോബൽ ബീച്ചിൽ എത്തി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ബീച്ചിൽ പോകുന്നത്. നമ്മളപ്പോൾ സോബൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഫൈനലി. നമ്മൾ ജസ്റ്റ് ടിമ്മിൽ നിന്ന് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ, വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്വിം വെയർ എടുത്തിട്ടു, കാരണം അവിടെ ചെന്നാൽ ചിലപ്പോൾ ഡ്രസ്സിങ് റൂം ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. കാരണം നമ്മൾ നല്ല ഡിസ്റ്റൻസിലാണ് കാർ പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ തിരിച്ച് വന്ന് നടന്ന് എടുക്കുന്ന ഇറ്റ്സ് എ ടാസ്ക്. അതുകൊണ്ട് ഡ്രസ്സ് ഇവിടുന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്, എന്നിട്ട് ബീച്ചിൽ പോവാം. നമ്മളപ്പോൾ സോബൽ ബീച്ചിൽ എത്തിയിട്ടോ. നമ്മളപ്പോൾ ടെൻ്റൊക്കെ ഇടാൻ പോവാം. ഒടുക്കത്തെ വെയിൽ, എന്തായാലും ടാൻ അടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നമ്മൾ ടെൻ്റെല്ലാം സെറ്റ് ചെയ്തു, നല്ല ടാനായി. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാം. ബട്ട് വെള്ളം നല്ല തണുപ്പായിരിക്കും കേട്ടോ, ചൂടാണെങ്കിലും. ഗൈസ്, നമ്മളങ്ങനെ പൂളെന്നാ മനസ്സ് വരുന്നത്. ബീച്ച് ഇപ്പോൾ ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയല്ല. നമുക്ക് അങ്ങ് പോവാം. കാരണം അങ്ങെന്ന് പറഞ്ഞാൽ കുറേ ദൂരം പോകാൻ പറ്റില്ല, കാരണം ഡെപ്ത് ഇല്ല. ഇപ്പം നമുക്ക് ഇവിടെ വരെ ഉള്ളു സത്യം പറഞ്ഞാൽ വെള്ളം. സൂപ്പറാണ്. അപ്പം ഞങ്ങൾ അങ്ങ് വരെ പോയി. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ ടാനുണ്ട് എന്ന് പറഞ്ഞാൽ വെയിൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നല്ല അടിക്കും, മൊത്തം കരിയും. പക്ഷെ അടിപൊളിയാട്ടോ ഇവിടെ, മൊത്തത്തിൽ സൂപ്പറാണ്. ഫുള്ള് നനഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ബീച്ചിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഡെപ്ത് നമുക്ക് എന്തൊക്കെ വന്നാലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ ഹാഫ് വരെ നമുക്ക് ആക്ച്വലി നന്നായിട്ട് ഇറങ്ങാം, കാരണം ഡെപ്ത് തീരെ ഇല്ല. ജസ്റ്റ് നമ്മുടെ ചെസ്റ്റ് ആ ഒരു ഏരിയ വരെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല വെതർ വരുന്നു. വേവ് ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് വേവ്സ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അങ്ങനെ അധികം കാണിക്കാനായിട്ട് പറ്റിയില്ല, കാരണം വെള്ളം എടുത്തിട്ട് എന്തായാലും ബീച്ചിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തു, ഡ്രസ്സെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. ഭയങ്കര ഇടയ്ക്കൊരു മഴ പെയ്തു, അതാണ് നമ്മൾ ഓടിപ്പോയി ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബർഗറും പിസ്സ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഇതൊരു ചെറിയൊരു ടൗണാണ്. അങ്ങനെ ഒരു ലോഡ് കടകൾ, റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു സ്ഥലമല്ല നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ആകെ വളരെ കുറച്ച് ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ കഴിച്ച ഫുഡിൻ്റെ വ്ളോഗ് എനിക്ക് അധികം എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വീഡിയോ സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പിസ്സയാണ് ഓർഡർ ചെയ്തത്, അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, ലൈക്ക് ഇതിലും നന്നായിട്ട് ഇവിടെ അടിപൊളി പിസ്സാസ് ഇവിടെ കിട്ടും. സ്കാർബ്രോയിൽ കിട്ടും, ഐ മീൻ നമ്മുടെ ഈ ടൊറോണ്ടോ ഏരിയയിൽ കിട്ടും. അവിടെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അധികം കഴിച്ചില്ല. പിന്നെ ഐസ്ക്രീം കിടിലൻ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഫാൻ ആയതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങണയാണ്. അപ്പോൾ നമുക്ക് 3 hour അറൗണ്ട് എന്തോ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിലോട്ട്.
അതേപോലെ തന്നെ വൈകുന്നേരം നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഇവിടെ സമ്മർ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ, ലൈക്ക് നൈറ്റ് വരെ വെയിലുണ്ടാവും, അറൗണ്ട് ഒരു 9 വരെ. അപ്പോൾ ഇപ്പോൾ ഈവനിങ് 6 അറൗണ്ട് എന്തോ ആയി, അതാണ് ആ വെയിൽ ഇപ്പോഴും ആ ഒരു വൈകുന്നേരം ആവാത്ത ഫീല്. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഇങ്ങനത്തെ റോഡാണ്, ഫുൾ വിൻഡ്മില്ലും ഫുൾ ഫാമും, ലൈക്ക് അല്ലാണ്ട് ഒരു ഭയങ്കര സിറ്റി പോലെയല്ല, ഫുള്ളിങ്ങനെ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും, അതേപോലെ ഡ്രൈവ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്, സ്മൂത്താണ്, അതുകൊണ്ട് സൂപ്പറായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് ഹോഴ്സസ്, ഫാംസ് അങ്ങനെയാണ്. ഇത് മിക്കതും പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആട്ടോ, അപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ എവിടേക്കോ ജസ്റ്റ് കാറൊന്ന് നിർത്തി ജസ്റ്റ് നമ്മൾ ഇറങ്ങിയൊക്കെ നടന്നിട്ടുണ്ടായി. ഫൈനലി അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡൗൺ ടൗണിലെത്തിയപ്പോഴും വീണ്ടും എല്ലാവരും അടിപൊളി സമ്മർ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫുൾ പുറത്തിറങ്ങി ചില്ലിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. നമ്മൾ ബീച്ചിൽ പോയിട്ട് നല്ല ചില്ല് ചെയ്തു, എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടാക്കി, അവർ ഡൗൺ ടൗണിലാണ്, അപ്പോൾ അവർ നമ്മൾ കൊണ്ടാക്കി നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഭയങ്കര ടയേർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്, സൂപ്പർ ടയേർഡാണ്. പിന്നെ മൊത്തത്തിൽ ടാൻ അടിച്ച് ചത്തു. അപ്പം വീട്ടിൽ പോയിട്ട് വേണം ഇനി എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടിട്ട് കുറച്ച് ആളത്തേക്ക് ഇട്ട് നടക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന് മുന്നേ വേറൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഒരു ചെറിയൊരാളെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു ചെറിയൊരാൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ ഡോഗാട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അന്ന്, അപ്പോൾ നമ്മളടുത്തൊന്ന് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തു. കൊക്കോ എന്നാണ് പേര്. സ്മോൾ ബ്രീഡ് ആട്ടോ, ലാർജ് ബ്രീഡ് അല്ല. അപ്പോൾ ടോഫിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. അങ്ങനെ നമ്മൾ തിരിച്ച് ഫൈനലി വീട്ടിലെത്തി. പിന്നെ ഞാൻ പറഞ്ഞ ആളതെ ഇതാണ്, നമ്മൾക്ക് പിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ഇവനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര അറിയുന്നൊരു സ്ഥലം കേട്ടോ, അറിയാത്തൊരു സ്ഥലമൊന്നുമല്ല. പിന്നെ ബെഡാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടി വന്നപ്പോൾ ടോഫിയായിട്ട് ഫുൾ കളിയൊക്കെ ആയിരുന്നു രണ്ടുപേർക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട് കൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഗൈസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടോ. അപ്പം ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ഡേ ആണ് വീഡിയോയ്ക്ക് എൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു, നേരെ വന്ന് ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോൻ്റെ എൻഡ് എടുക്കാനുള്ള ശക്തി പോലും ഉണ്ടായില്ല. അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. വെതറും സൂപ്പർ ആയതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ ടാൻ എന്ന് പറഞ്ഞ സംഭവം മാത്രമായിരുന്നു ഞാൻ ഭയങ്കര സാഡായിപ്പോയത്. എനിക്ക് ഫുൾ ബോഡി ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫേസ് പാക്കിൻ്റെ ഒരു ദിവസങ്ങളിൽ കൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെടാണ്ടിരുന്നത്. പക്ഷേ എൻജോയ് ചെയ്തു മാക്സിമം. സമ്മറിൽ കുറേ നാൾക്ക് ശേഷമാണ് ട്രിപ്പിന് പോകുന്നത്, കറക്റ്റ് ഒരു ബീച്ച് ഡേ. അതേപോലെ ബീച്ചിൽ നന്നായിട്ട് ഇറങ്ങാനും പറ്റി. അങ്ങനെ അത്രയും ദൂരം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഡെപ്താണ്. പക്ഷേ ഒരു ഹാഫ് വരെ എനിക്ക് ഇറങ്ങാൻ പറ്റി, അത്രയും ഡെപ്തൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ സൂപ്പർ വൈബായിരുന്നു, രക്ഷ ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബീച്ചിൽ ഇറങ്ങി അധികം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ എടുത്തിട്ട് പോകുന്ന ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സ് എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ ഒരു ദിവസം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, അതാവുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടണമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.